ഹായ് ഗൈസ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കേരള യൂട്യൂബ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ സ്ക്വിഡ് ഗെയിമാണ്. ഈ കാണുന്ന 30 പേർ 6 ഗെയിം 1 വിജയം. സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ സ്ക്വിഡ് ഗെയിമിലേക്കാണ്. നിങ്ങൾ മൊത്തം 30 പ്ലേയേഴ്സ്. സോ നമുക്ക് മൊത്തം 6 ഗെയിംസ് ആണുള്ളത്. 6 ഗെയിംസിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ കൂടെ ഉള്ളവരെ പുറത്താക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ ടീമപ്പ് ആവേണ്ടി വരും, നല്ലൊരു ക്യാപ്റ്റനെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ 6 മത്സരങ്ങൾക്ക് ശേഷം വിജയി ഒരാൾ മാത്രം. ആ വിജയിക്ക് നമുക്ക് കിട്ടുന്നത് 25,000 rupees. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് വെച്ചാൽ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും. 2 ട്രാക്ക് അവിടെ, ഫസ്റ്റ് ട്രാക്ക് അവിടെ നിന്നാണ് ട്രാക്ക് തൊട്ട് ഈ ട്രാക്ക് വരാം. ഓക്കെ, ഗ്രീൻ ലൈറ്റ് പറയുന്ന സമയത്ത് നിങ്ങൾ ട്രാക്കിൽ നിന്ന് മൂവ് ചെയ്ത് കൊള്ളണം. അതേസമയം റെഡ് ലൈറ്റ് പറയുമ്പോൾ കറക്റ്റ് സ്റ്റില്ലായിട്ട് എല്ലാവരും നിൽക്കണം. ആ സ്റ്റില്ലായിട്ട് നിൽക്കാത്തവരെ നമ്മൾ ഷൂട്ട് ചെയ്ത് തരുന്നതാണ്. മനസ്സിലായല്ലോ? പിന്നെ ഒരു എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ, റെഡി? ഓക്കെ, വാ. അപ്പോൾ തുടങ്ങാൻ പോയാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. 3, 2, 1. ഗ്രീൻ ലൈറ്റ്. റെഡ് ലൈറ്റ്. ഗ്രീൻ ലൈറ്റ്. റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റ്. നമ്പർ 4 തീർത്തേക്ക്. ഗ്രീൻ ലൈറ്റ്. റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റ്. അവിടെ നമ്പർ 010. നമ്പർ 10. Green light. Red light. Green light. Red light. Red light. Green light. Red light. ഇനി അവനെ എടുക്കാരെങ്കിലും Green light. അപ്പോൾ ഈ ഗെയിമിലെ ഫസ്റ്റ് പുറത്തായ എക്സിറ്റ് ആയ കേരളത്തിലെ സ്ക്വിഡ് ഗെയിമിൽ ആദ്യത്തെ പുറത്തായ ആള് ഞാനാണ്. പേരെന്നായിരുന്നു? അനന്തു. അനന്തു ഫ്രം വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട് നിന്ന് അനന്തു. നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആണ്. എങ്ങനെയുണ്ട് പുറത്തായിട്ട്? ദാസൻ ചേട്ടാ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഫസ്റ്റ് റൗണ്ട് ഔട്ട് ആവും, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. അതാണ് നമുക്ക് ഇനിയും കാണാം, ഇനിയും ഇതുപോലെ അവസരങ്ങൾ. പ്രശ്നമൊന്നുമില്ലല്ലേ? നീ ഒരു സ്റ്റെപ്പ് ഇട്ടല്ലേ? അങ്ങനെയില്ല, കരാട്ടയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. നീ അതിനുവേണ്ടി ഔട്ട് ആയതല്ലല്ലോ. ഞാൻ നോക്കിയാൽ 16 സെക്കൻഡേ ഉള്ളൂ. അപ്പൊ എത്ര പെട്ടെന്ന് ഓടി എത്തണം. ഞാൻ റെഡ് ലൈറ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചാടി ചാടി മുന്നോട്ട് പോകണം. അപ്പം ഔട്ടായെന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ടേ ഓടിച്ചു, അത്രേ ഉള്ളൂ. ഗ്രൗണ്ടിന് വെളിയിൽ നിന്ന് കളിയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് 4 പേര് ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു. ഇനി 26 പേരാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിമിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാക്കിയുള്ളത്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് വെച്ചാൽ ഡാൽഗാനോ ക്യാൻഡിയാണ്. നമുക്ക് ബാക്കി വന്നിട്ടുള്ള 26 കണ്ടസ്റ്റൻസ് ആണുള്ളത്. സോ 26 റാൻഡം ക്യാൻഡീസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മളത് ജസ്റ്റ് പിന്നെ നീഡിലും കൂടെ തരും നിങ്ങൾക്ക്. നിങ്ങളത് ആ ഷേപ്പിന് കട്ട് ഔട്ട് ചെയ്ത് തരണം. അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പുറത്താവുന്നതാണ്. സോ ഇതിൽ ടഫ് ആയിട്ടുള്ള സാധനങ്ങൾ കാണും, ഈസി ആയിട്ടുള്ള സാധനങ്ങൾ കാണും. അത് ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും. 10 മിനിറ്റ് ടൈം ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ 10 മിനിറ്റ് തന്നെ മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. 3, 2, 1. വെപ്രാളം കാണിക്കരുത്. വെപ്രാളം കാണിച്ചാൽ അപ്പോൾ പിടിക്കും. ശ്രദ്ധിച്ച് ചെയ്യാനുള്ള സാധനമാണ്. അതെ, കൈ വിറയ്ക്കരുത്. കൈ എത്തുന്നിടത്ത് മനസ്സെത്തണം. അതൊക്കെ ചെയ്താൽ മതി കേട്ടോ. വെപ്രാളമില്ല. 10 മിനിറ്റ് ഉണ്ട്. അതൊക്കെ ചെയ്താൽ മതി. കഴിഞ്ഞോ? ഒരാള് പൊട്ടിയിരിക്കുകയാണ്. കൊന്നുകള. ഫസ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. നമ്പർ 25.
അവൻ കാർവ് ചെയ്തെടുത്ത് കേട്ടോ. രാജശില്പിയിലെ മോഹൻലാൽ. അരുണ ഒരാളൂടെ കഴിക്കണടാ. അവൻ കഴിക്കാനാണോ ഒരുതോടെ തുപ്പണം. നമ്പർ 3 സ്റ്റാർ അവിടെ സക്സസ് ആയി. Success. സോ നമ്പർ 008 ഔട്ട് ആയിട്ടുണ്ട്. സ്റ്റാറാണ് കിട്ടിയത്, പൊട്ടിയിട്ടുണ്ട്. സാധനം പൊട്ടി കണ്ണ് നിറയുന്നു. സന്തോഷമായിട്ടാണല്ലോ. വെടിവെക്കൂ. ഓക്കെ, Success. നമ്മുടെ നെക്സ്റ്റ് സക്സസ് വന്നിട്ടുണ്ട്. ഒരു ഫ്ലവർ. യെസ്, ടിനു. അടുത്തത് മംഗലശ്ശേരി ഇവിടെ വിജയകരമായി. അടുത്ത പോയ സോയിൽ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ 017. പെട്ടെന്നോടൊന്നും ചെയ്യാണല്ലോ. Success. ഇവിടെ സ്റ്റാർ ഒരാൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സ്റ്റാർ. ഇവിടെ ഒരു ഫ്ലവറും കൂടി. ഇവിടെ ഒരു ഫ്ലവർ സക്സസ് ആയാലും അവിടെ പെട്ടെന്ന് പോയിക്കോ. വലിയ കുഴപ്പമില്ലടാ. Success. ലാസ്റ്റ് ബിറ്റ്. സോറി, എന്താ ലാസ്റ്റ് വെടി വെച്ച് തീർക്കട്ടെ. അവൻ കറക്റ്റ് ചെയ്തതാണ്, പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് മാത്രം പുറത്തായത്. രണ്ടാമത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ 26 പേരിൽ നിന്നും 8 പേരാണ് ഔട്ടായത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. മൊത്തം 18 പേര് സെലക്ട് ആയിട്ടുണ്ട്. ദാസ, നമുക്ക് തേർഡ് ഗെയിമിലോട്ട് പോയാൽ. അതിനു മുമ്പേ നമുക്കൊരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഹാഷിം ഒരു പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ്. ഹാഷ്ബോക്സ് അപ്പാരൽ. ഹാഷ് ബോക്സ് അപ്പാരൽസിനെ പറ്റി കൂടുതൽ ഹാഷിം പറയുന്നതായിരിക്കും. നമുക്ക് ഹാഷ് ബോക്സ് അപ്പാരൽസിൽ ഇനീഷ്യലി ടീഷർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓവർ സൈസ്ഡ് ഫിറ്റും ഉണ്ട്, റെഗുലർ ഫിറ്റും ഉണ്ട്. ബോത്ത് യൂണിസെക്സ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. hashboxapparels.com. ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി സർവീസും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. മാത്രവുമല്ല 10 days റീപ്ലേസ്മെന്റ് പോളിസി അവൈലബിൾ ആണ്. കൂടാതെ OSP10 എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാഷ് ബോക്സിന്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാത്രമല്ല ഇന്ന് നമ്മുടെ പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്യാമറമാൻ സജീവ് അണ്ണൻ. ബിഗ് താങ്ക്സ് ടു ക്യാമറമാൻ സജീവ് അണ്ണൻ. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് കിടക്കാം. ഇനി അടുത്ത ഗെയിമിലേക്ക് നിങ്ങൾ 3 പേരായിട്ട് ടീമപ്പ് ആവണം. നിങ്ങൾക്കൊരു 2 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടീമപ്പ് ആയി 3 പേര് വെച്ചിട്ടുള്ള ഇഷ്ടമുള്ള ടീം. പെട്ടെന്ന് 2 മിനിറ്റ് ടീം ഫോം ചെയ്യണം. അല്ലാതെ 2 മിനിറ്റ് ഫാസ്റ്റിന് ചെയ്തോ. 3 പേര്. ഫോമായ ടീമോട് ഓരോന്നായിട്ട് ഒന്ന് നിൽക്കാം കേട്ടോ. അങ്ങോട്ട് സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ടീം. ഇതിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളൊരു മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ എൻ്റയർ ടീം എലിമിനേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ടീം ലോക്കായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗെയിം ബ്രീഫ് ചെയ്യും. അടുത്ത ഗെയിം മിനി ടാസ്ക് ആണ്. ഇതിൽ മൊത്തം 3 മിനി ടാസ്കുകളാണ് ഉള്ളത്. റാൻഡമായിട്ട് സെലക്ട് ചെയ്ത 2 ടീമുകൾ തമ്മിലായിരിക്കും മത്സരിക്കുന്നത്. ഇതിൽ ഈ ടീം മെമ്പേഴ്സിന്റെ കാലുകൾ ടാഗ്ഡ് ആയിരിക്കും. മാത്രമല്ല ഒരു ടാസ്ക് ഒരാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അയാൾക്ക് വേറെ ടാസ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഫിനിഷിലേക്ക് ക്രോസ് ചെയ്യുന്ന ടീമാണ് ജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക്, ഈ ബാറ്റ് എടുത്തിട്ട് ബോൾ 5 വട്ടം ബൗൺസ് ചെയ്യിക്കണം, ഏറി നിൽക്കണം 5 വട്ടം. ഓക്കെ. സെക്കൻഡ് ടാസ്ക് എന്ന് വെച്ചാൽ 70s ആണ്. ആ 7 കട്ടയും എറിഞ്ഞിടണം. 7 കട്ടയും ഗ്രൗണ്ടിൽ വീഴണം. അവിടെ നിങ്ങൾ ആദ്യം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇതിലോട്ട് വരണം. ഇത് സിമ്പിളാണ്. ജസ്റ്റ് ആ കോയിന് അതിലിടുക. ഡ്രോപ്പ് ചെയ്താൽ ഉടൻ തന്നെ അവർ ആ ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യേണ്ടതാണ്. നടന്നു പോയി ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഗെയിം തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മുടെ ടീം 2 ഇവിടെ ഇരിപ്പുണ്ട്. ടീം 4 ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെയാണോ? എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗെയിം ഞാനാണ് ചെയ്യുന്നത്. മറ്റേ ബാറ്റ് വെച്ചിട്ട് ബോൾ കിട്ടുന്ന സാധനം അത് ഞാനാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു കുറച്ച് പാടുള്ള ഒരു സാധനം. അത് ബ്രോ ചെയ്യാന്ന് വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ മെന്റാലിറ്റി നമ്പർ 7. പിന്നെ 3ാമത്തെ ക്യാരം ബോർഡ് ബ്രോ അത്യാവശ്യം കളിക്കുക ഒരു ഇതുണ്ട്. പിന്നെ അത് ബ്രോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. സെറ്റാണ്. റെഡി അല്ലേ? അരുണിന്റെ വിസിൽ സ്റ്റാർട്ട് ചെയ്യണം. 1 2
കോർഡിനേഷൻ ഇപ്പോഴും സെറ്റ്. അവരെത്തി. Come on. 5. Come on. 1. Let's go. 1. അവരൊരുപാട് ഫ്രണ്ടിലെത്തി. 1 team. ഓ ജസ്റ്റ് മിസ്. ഇനിയുണ്ട് അവസരം ഇട്ടാ മതി. ഓ പറ്റിയില്ല. ഒന്നുകൂടെ. എറിഞ്ഞോ. ഓ ജസ്റ്റ് മിസ്. ഒന്നുകൂടെ. കമോൺ. ഇതിൽ കുറച്ച് ഓ ജസ്റ്റ് മിസ്. പതുക്കെ ചെയ്താൽ കൈ വിറയ്ക്കണ്ട, പതുക്കെ. ഓ ജസ്റ്റ് മിസ്. കമോൺ. നോ റഷ്. അത് നിന്നിട്ട് അടിച്ചാൽ മതിയേ. ഓ യെസ്. കമോൺ. നോ അവർക്ക് പറ്റുന്നില്ല. അവരവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. നോക്കി കളിച്ചാൽ മതി. പയ്യെ തട്ടിയാൽ ഇനി 2-3 അടിയിൽ അത് വീഴും. വീണില്ലേലും പ്രശ്നമില്ല, നമുക്ക് ഒരുപാട് സമയമുണ്ട്. അത് പയ്യെ ത്രൂ ഉണ്ട്. നിൽക്ക് അതവിടെ വെച്ചേ. ഓക്കെ. കുഴപ്പമില്ല. മരിച്ചു വീഴൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ടീം 2 ആദ്യത്തെ റൗണ്ടിൽ ജയിച്ചിരിക്കുകയാണ്. ഇനിയാണ് നമുക്ക് അടുത്ത ടീമിനെ സെറ്റ് ചെയ്യാം അടുത്ത റൗണ്ടിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം 3 ആണ് ഇവിടെ നിൽക്കുന്നത്. ടീം 5 ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോൺഫിഡൻസ് ഇല്ലേ? എന്താണ് പ്ലാനൊക്കെ? എങ്ങനെയാണ്? പല സെറ്റായ നിങ്ങൾ റെഡിയല്ലേ? ആരും വിസിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, കുറച്ചുകൂടെ ടാക്ടിക്സ് ആയിട്ട് നോക്കി ചെയ്താൽ സമാധാനത്തിൽ ചെയ്താൽ മതി. നല്ലൊരു ത്രോ. ഓക്കെ, ഒറ്റ ത്രോയിലെ കളി. ഒറ്റ ത്രോ. നോക്കിയിട്ടാൽ വീണ്ടും ഹാർഡ് ലക്ക്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ടീം 6 ആണ്. ടീം എങ്ങനെ സെറ്റ് ആണോ? ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ. വിശ്വാസമാണ്, സെറ്റാണ്. ഈ വഴിയിൽ പോയ എല്ലാരും ജയിച്ചതാ. ജയമുള്ള ഇതാണ്. നമ്മുടെ സൈഡിലുള്ള 2 ടീമും 2 തവണയും തോറ്റിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, അത് ഈ ഗുരുത്വാകർഷണത്തിന്റെ പക്ഷെ ഇത്തവണ ഇവര് മാറ്റി അവരെല്ലാം ടാക്ടിക്സ് പരമായി എല്ലാം സെറ്റായിട്ട് വരികയാണ്. നടക്കണതൊക്കെ നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം. കണ്ണടച്ചോണെങ്കിൽ അവർ നടക്കും. അപ്പോൾ കോൺഫിഡന്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, കോർഡിനേഷൻ വേണം. പതുക്കെ പെട്ടെന്ന് സ്പീഡാക്ക്. 1 2 3 4 5. കമോൺ. കോർഡിനേഷൻ പതുക്കെ. നോക്കി എറിഞ്ഞ പിടിച്ചോ. എട്. കമോൺ. ഗുഡ് ത്രോ. ജസ്റ്റ് മിസ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഓ ജസ്റ്റ് മിസ്. Oh, good throw. Come on. Good. Come on. Come on. Yay! Yes,
നമ്മൾ ഫൈനൽ ജയിച്ചു. അപ്പൊ മൂന്നാമത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ 9 പേർ ഔട്ടായി, 9 പേർ ബാക്കി. അപ്പോൾ ഗൈസ് നമ്മുടെ 4th ഗെയിം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ 3rd ഗെയിം ജയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങളാണ് ലാസ്റ്റ് സ്റ്റാൻഡിങ് 9 അല്ലേ? ലാസ്റ്റ് സ്റ്റാൻഡിങ് 9 ആണ്. ഓക്കെ. അപ്പം ഈ ഗെയിം ഒരു പ്യൂർ ലക്ക് ഗെയിം എന്നാണ്. ഇനിയുള്ള എല്ലാ ഗെയിമും ഭയങ്കര ഈസിയാണ് ഗൈസ്. ഓക്കെ. എന്ന് വെച്ചാൽ ഇത് മ്യൂസിക്കൽ ബോളാണ്. ഓക്കെ, നമുക്ക് അറിയാലോ എന്താണെന്ന്. ബോൾ പാസ് ചെയ്യുന്നതാണ്. മ്യൂസിക് നിൽക്കുമ്പോൾ ആരുടെ കയ്യിലിരിക്കും അയാൾ പുറത്താവും. ഈ ഗെയിമിൽ നിന്നൊക്കെ 4 പേരെ പുറത്ത് വരത്തുള്ളൂ സെക്കൻഡായിട്ട്. ഓക്കെ, അപ്പോൾ 5 പേര് പുറത്താവും. 5 പേര് പുറത്താവും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മുടെ 4th ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ബോൾ കൊടുക്കും. ബോൾ നമ്മൾ ലീസ്റ്റ് നമ്പറിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 3. അപ്പോൾ ഞാൻ പൊട്ടനാ? ഓക്കെ. ഔട്ടായി. നിങ്ങൾ 4th ഗെയിം വരെ 4th റൗണ്ട് വരെ എത്തി. നമ്മുടെ സന്തോഷം. സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കോ. ബാഡ് ലക്ക്. നെഞ്ച് കാണിച്ചോളൂ ബ്രോ, വെടിയിക്കാൻ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ സ്പിരിറ്റ് ആയിരുന്നു. നന്നായിട്ട് കളിച്ച്. ജയിക്കാൻ പറ്റിയില്ല, ഒരു ലക്കാണ്, അതുകൊണ്ടാണ് പോയത്. ഓക്കെ, അങ്ങനെ എടുക്കുന്നുള്ളൂ. നന്നായിട്ട് കളിച്ചായിരുന്നു. കൊള്ളാം. നല്ലോണം ശ്രമിച്ച് ആ ടാസ്ക് ആ സ്പിരിറ്റിൽ എടുത്തു. നന്നായിട്ട് കളിച്ചു. കൊള്ളാം. ഇനിയും കാണാം. പിന്നെ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും കാത്തിരിക്കും. ഒരുപാട് ഉണ്ടാക്കണം, നിർത്തരുത്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, നമുക്ക് റെസ്യൂം ചെയ്യാം. അരുണേ തുടങ്ങണം. ഹാർഡ് ലക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? ചായ കിട്ടും. ചായ തരും. താങ്ക്സ്. ഇനി 2 റൗണ്ടും കൂടെയാണ് അവശേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ ബ്രോ പോണതിന് മുമ്പ്? ഒന്നുമില്ല, കണ്ടേ സന്തോഷം. നന്നായിട്ട് കളിച്ചു. കൊള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റൗണ്ട്. തുടങ്ങാമോ? സാരണേ. ഓക്കെ, എന്ത് പറയാനുണ്ട്? സെമി വരെ കയറണമെന്നൊരു അല്ല, ഈ റൗണ്ട് കഴിഞ്ഞ സെമി ആയിരുന്നു. ലക്ക് നമുക്കല്ല, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ 4. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. ഇത്രയും നേരം പണിയെടുത്ത് കുറെ കഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാം. അതെ അതെ, ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം ഹാഷ് ബോക്സ്. ഹാഷ് ബോക്സിന്റെ ഒരു ടീഷർട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലാസ്റ്റ് ഫൈനൽ 4ലേക്ക് എത്തിയപ്പോൾ? എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് ആണ്. ഓക്കെ, എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇനി 2 ഗെയിം, ഒരു വിന്നർ. നമുക്ക് ഇനി അടുത്ത ഗെയിമിലോട്ട് പോകാം അല്ലേ? അതെ. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഗെയിം തുടങ്ങിയാലോ? ഓക്കെ, ഇതിന് ആദ്യമായിട്ട് നിങ്ങളൊരു ടീം അപ്പ് ആവണം. 2 പേരായിട്ട് ടീം എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടീം ചൂസ് ചെയ്യുക. നിങ്ങൾ കോൺഫിഡന്റ് ആയ ഒരു ടീം, കോൺഫിഡന്റ് ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ണറെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തുടങ്ങിയാലോ? ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഗെയിം എന്ന് വെച്ചാൽ ജംഗയാണ്. അതായത് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ 2 പ്ലേയേഴ്സിനെ നിർത്തും. ഓരോരുത്തരായിട്ട് ഈ ബ്ലോക്ക് എടുത്ത് മുകളിൽ എടുക്കണം. അതെങ്ങനെയാണോ പൊസിഷൻ ചെയ്യുക അവർക്ക്. പക്ഷേ ഇത് ബാലൻസ്, ഇതിങ്ങനെ ഹൈറ്റ് കയറി പോകും. എവിടെ വെച്ച് ബാലൻസ് ബ്രേക്ക് ആവും, അപ്പോൾ അത് വീഴും. അത് ആരെ കൈകൊണ്ടാണോ ബ്രേക്ക് ആവുന്നത് അയാൾ പുറത്താവും. ഓക്കെ, റെഡിയാണോ? ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? നിങ്ങൾ തമ്മിൽ അതാണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ്. ടീമാണ്, നിങ്ങൾ തമ്മിൽ കളിക്കുന്നു. 2 ടീം. അതാണ് സത്യം പറഞ്ഞതിന്റെ പ്രത്യേകത. അവര് ടീമപ്പ് ചെയ്ത് എന്തോ ഒരു സാധനം സെറ്റ് ചെയ്തതാണ്. ടീമായിട്ട് മറിച്ചിടാൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെമി ഫൈനൽ തുടങ്ങാൻ പോവുകയാണ്. സെക്കൻഡ് ലാസ്റ്റ് ഗെയിമാണ് ഇതില്ലേ. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് 2 പേരായിട്ട് ചുരുങ്ങും. ഫൈനലിസ്റ്റുകൾ നമ്മൾ തീരുമാനിക്കുകയാണ്. നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ആര് ഫസ്റ്റ് മൂവ് നടത്തണമെന്നുള്ളത് നമുക്ക് ടോസ് ഇട്ട് തീരുമാനിക്കാം. സ്റ്റോൺ പേപ്പർ സിസർ ഇട്ടല്ലടാ. സ്റ്റോൺ പേപ്പർ സിസർ ഇട്ട് അതിലാര് ജയിക്കുന്നു അവർക്ക് ഫസ്റ്റ് മൂവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്ത് കൊടുക്കാം. ഓക്കെ, അപ് ടു യു.
ഫസ്റ്റ് മൂവ് നിന്റെ ആണ്. ഓക്കെ ഫസ്റ്റ് മൂവ് എടുക്കണോ അതോ? ഓക്കെ ഓക്കെ റെഡി തുടങ്ങിക്കോ. പെട്ടെന്ന് ജയിക്കണോന്ന് പെട്ടെന്ന് വീട്ടിൽ പോകണം അല്ലേ? ഫാസ്റ്റ് ആണ് ധൃതി. ഇവർക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? നീ കളിച്ചിട്ടില്ല. അപ്പോൾ നല്ല രസമായിരിക്കും. നീ എടാ അവന് നീ കൂടെ കുറച്ച് സ്ഥലം കിട്ടും. കുറച്ച് ടൈം മാത്രം എടാ വേറൊരു കേസുണ്ട്, ബോഡി പാർട്ട് കൊണ്ട് തട്ടി വീണാലും നോക്കാണ്. അതുകൊണ്ട് നോക്കി വേണം. ടെൻഷനൊന്നും വേണ്ട നോക്കി. ഓക്കെ 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 എവിടാന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യാം. കൊള്ളാം പോട്ട്. ആദ്യം അടിവാരങ്ങൾ ഇളക്കി വെച്ചു. ഈ റൗണ്ടിലെ ജംഗയിലെ വിജയി ഷിയാസ്. ഫൈനലിസ്റ്റ്. ഇനി നമുക്ക് അടുത്ത അവിടത്തെ കളി എങ്ങനെയായെന്ന് നോക്കാം. അടുത്ത 4 കളി അവനറിയാം. പോട്ട് ഇനി അടുത്ത സൂക്ഷിച്ച് സമയമുണ്ട്, എത്ര വേണോ എടുക്കാം. നിന്റെ ആ മോട്ടിവേഷൻ എല്ലാം വിട്ടത് അവനകത്താണ്. നീ എടുത്തില്ലെങ്കിൽ കൊള്ളാം. ഈച്ച വന്നിരുന്നാലും പറയും. പോട്ട് തട്ടല് പക്ഷെ അവനറിയാം, അവൻ ഏതോ ഒരു കഴുക്കോല്. അവനൊരു കോൺഫിഡൻറ്റ് ഉണ്ട് കേട്ടോ. കോൺഫിഡൻറ്റ് ആണ്. കാമ കാമായിട്ട് അല്ല കാമ സൂപ്പർ. അത് എടുക്കുന്നതിൽ കുഴപ്പമില്ല, വേറെയാണ് പ്രശ്നം. ഓക്കെ എടാ ടെൻഷൻ അടിക്കാതെ നല്ല കാമാവും എന്നെ നല്ല കളിക്കുന്നില്ല ഇപ്പൊ കാമ. അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് 2 പേര് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫൈനലിസ്റ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്.
വാശിയേറിയ പോരാട്ടം. വാശിയേറിയ 5 മത്സരങ്ങൾക്ക് ശേഷം ഈ 30 പേരിൽ നിന്ന് 28 പേര് ഔട്ടായിട്ട് എലിമിനേറ്റ് ആയിട്ട് അവസാനത്തെ 2 പേര് സ്റ്റാൻഡിങ്. അപ്പൊ എന്താണ്, എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. എന്ന് കുറച്ചുകൂടാ എക്സൈറ്റഡ് ആണ്. കാണിക്കേ ജയിക്കോ? ഓ ജയിക്കും. എന്ത് തോന്നുന്നു? അധികം താമസിക്കാതെ ഫൈനലിലോട്ട് പോവാം. നിങ്ങൾ രണ്ടും തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരമാണ് ഇവിടെ ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുഡ് ഗെയിമിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഗെയിം ഡാച്ചി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡാക്സിയാണ്. ഇതെന്താണ്? Final game. ഫൈനൽ ഗെയിം, നമ്മുടെ ഫൈനൽ ഗെയിമാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. ഈ ഒരു ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ തറയിൽ പ്ലേസ് ചെയ്യും. നമ്മളിത് ഫ്ലാറ്റ് ആയിട്ട് നമ്മുടെ എറിയുന്ന പോസ്റ്റിൽ തന്നെ അത് ഫ്ലിപ്പ് ആവണം. അപ്പോൾ ജയിക്കും. ഫസ്റ്റ് ആരാണോ ഇത് ത്രോ ചെയ്ത് ശരിയാക്കുന്നത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ത്രോ ചെയ്യും. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ അതിൽ ആരും അത് ഫസ്റ്റ് flip ഫ്ലിപ്പ് ചെയ്യും, അതാണ് നമ്മുടെ അവർ ഫൈനലിസ്റ്റ്. ഓക്കെ ഓക്കെ, റെഡി ആണല്ലേ? അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫൈനൽ തുടങ്ങാം. ആദ്യം ടോസ് ഇട്. ആരാണ്? നിങ്ങൾ ആര് തുടങ്ങണമെന്നുള്ളത് സ്റ്റോൺ പേപ്പർ സർ. ഫസ്റ്റ് മൂവ് ആർക്കാണെന്ന് നോക്കാം. നിനക്കാണ് ഫസ്റ്റ് മൂവ്. ഓക്കെ ഓക്കെ, നമ്പർ 9 ആണ് ഫസ്റ്റ് മൂവ്. യഥാർത്ഥ ഡാച്ചി വെച്ചിട്ടാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അടിയാണ്. പക്ഷെ നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്ത് കൂട്ടത്തല്ലാണ്. അടുത്തു നമ്മളടി. ഓക്കെ, നിന്റെ പ്രാക്ടീസ് ചെയ്ത് ഇത് ട്രയലായിരുന്നു. അറ്റ് ലാസ്റ്റ് ഈ 30 പേരിൽ നിന്ന് 6 ഗെയിമിന് ശേഷം ഒരൊറ്റ വിജയി അല്ലേ? ആരാണത്? ഈ വിജയ്. യെസ്. പക്ഷേ എവരും കിടിലായിട്ട് കളിച്ചായിരുന്നു. അത് നമ്മൾ സത്യം പറഞ്ഞ ഈ ലാസ്റ്റ് ഗെയിം കുറെ നേരം പോകുമെന്ന് വിചാരിച്ചാണ്. നമ്മളത് ട്രയൽ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു 7-8 അറ്റംപ്റ്റിന് ശേഷം നമുക്ക് പോലും അത് അടിച്ചിടാൻ പറ്റിയത്. പക്ഷേ ഒറ്റ ഇതില് കിട്ടി. അതൊരു നല്ല ഇമ്പാക്ട് ഉണ്ട്. അല്ലെങ്കിൽ അത് തിരിയൂല. പക്ഷേ കിടിലം നല്ല ഗെയിമായിരുന്നു. നല്ല ഗെയിമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നടാ? ഈ ദിവസം മറക്കത്തില്ല. 2025 ഏറ്റവും നല്ല ദിവസമായിരുന്നു. നിങ്ങളെ കാണണമെന്ന് എനിക്ക് ആദ്യം ഉള്ളായിരുന്നുള്ളൂ. കാരണം അതിലോ ഞാൻ നിങ്ങളുടെ കോവിഡിന്റെ സമയം തൊട്ടേ നിങ്ങളുടെ എല്ലാ വ്ളോഗൊക്കെ ഞാൻ കാണുന്നുണ്ട്. ചിലപ്പം ലോസ്റ്റ് മൂമെന്റ് ആയിട്ട് ഞാൻ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വ്ളോഗും നിങ്ങളുടെ പ്രോഡ്കാസ്റ്റും ഇതൊക്കെ കേട്ടാണ് ഞാനിത്. അപ്പൊ അതിൽ നിങ്ങളെ കണ്ടു ഇതാണ്ട് ഇപ്പൊ ഇത്. അപ്പോൾ ഫൈനലി നമ്മുടെ സ്ക്വിഡ് ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് എ വിന്നർ. അപ്പോൾ നമുക്കിനി പ്രൈസ് സെറിമണി. കൺഗ്രാറ്റ്സ് മാൻ, കൺഗ്രാറ്റ്സ്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ വരാൻ കാരണം അഭിനവും ടോണി എൻ്റെ ഫ്രണ്ട്സാണ്. അഭിനവാണ് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്ത് തോന്നുന്നു ഫ്രണ്ട് വിജയിച്ചപ്പോൾ? ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ചായക്കടയിൽ നമ്മളൊരു സംസാരത്തിൽ നിന്ന് ഒരു ഗെയിം ജയിക്കാൻ പറ്റി. അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് മാൻ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ സ്ക്വിഡ് ഗെയിം ഇവിടെ വിജയം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കാരണമായിട്ട് കണ്ടസ്റ്റൻസ് ആണ് സപ്പോർട്ടിങ് ആയിരുന്നു. പറ്റുകയാണെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് അത് രാവിലെ 9 മണിക്ക് വന്നിട്ട് ഇപ്പം 6 മണി വരെ ഇവർ ഇത്രയും നേരം വെയിറ്റ് ചെയ്തെന്ന് ഫൈനൽ വരെ കണ്ടു. അത് സ്പെഷ്യൽ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ സ്പോൺസർ ചെയ്ത ഹാഷ് ബോക്സിനും ക്യാമറമാൻ സജീവ് അണ്ണനും ബിഗ് താങ്ക്സ്. കാര്യം അവരില്ലെങ്കിൽ ഇത് നടക്കൂല. നമ്മളെ കൊണ്ട് കൂടിയാത്ത സാധനമായിരുന്നു. നിങ്ങൾ കൂടെ താങ്ക്സ് പറ. നിങ്ങൾ ഹാഷ് ബോക്സ് ഒന്ന് വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണും. അതിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സജീവണ്ണ പണ്ട് തൊട്ടേ നമ്മളുടെ ഒരു ബിഗ് സപ്പോർട്ടറാണ്. സജീവണ്ണ ഒരു ചാനലുണ്ട്, അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ഹാഷ് ബോക്സിന്റെയും
സജീവണ്ണന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ എല്ലാവരും പോയി ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഫീഡ്ബാക്ക് എല്ലാവരും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക.